Watch this video to experience the deep teaching about the bread of life. Sunday morning, all around the world, ഈ ഞായറാഴ്ച പ്രഭാതത്തിൽ എല്ലാ ലോകം മുഴുവനും priests consecrating the bread and wine അപ്പവും വീഞ്ഞും പുരോഹിതനെ എടുത്ത് ഉയർത്തി വാഴ്ത്തുമ്പോൾ by saying this is the body and this is the blood of Christ. യേശുവിന്റെ ശരീരമാണ്, യേശുവിന്റെ രക്തമാണെന്ന് പുരോഹിതന്റെ വാക്കുകളിലൂടെ വരുമ്പോൾ This is the proof. അതാണ് നമുക്കുള്ള തെളിവ്. He is the eternal heavenly bread forever and ever. എന്നേക്കുമായി നിലനിൽക്കുന്ന, എന്നേക്കുമായി സ്ഥാപിക്കപ്പെട്ട നിത്യമായ ജീവന്റെ അപ്പമാണ് അവൻ എന്നുള്ളതിന്റെ തെളിവാണത്. Jesus says, യേശു പറഞ്ഞു, I will have it in the kingdom of God. ദൈവരാജ്യത്തിൽ ഞാനിത് സ്ഥാപിക്കും. What is the meaning of that? അതിന്റെ അർത്ഥം എന്താണ്? There is bread and wine in the kingdom of God. ദൈവരാജ്യത്തിൽ അപ്പവും വീഞ്ഞും ഉണ്ടെന്ന് തന്നെയാണ്. Hallelujah. Hallelujah. There is bread and wine in the kingdom of God. ദൈവരാജ്യത്തിൽ അപ്പവും വീഞ്ഞും ഉണ്ട്. Each time the priest consecrate the bread and wine, ഓരോ പ്രാവശ്യവും ഒരു പുരോഹിതൻ വാഴ്ത്തുമ്പോൾ he says, this is the body of Jesus. പുരോഹിതന്റെ വാക്കുകളിലൂടെ വരികയാണ് ഇത് യേശുവിന്റെ ശരീരമാണ് എന്നുള്ളത്. This is not the remembrance of the body of Christ. ഇത് യേശുവിന്റെ ശരീരത്തിന്റെ ഓർമ്മയാണെന്നല്ല പറയുന്നത്. This is the body of Christ. ഇതാണ് യേശുവിന്റെ ശരീരം എന്നാണ് പറയുന്നത്. Oh my Jesus. Hallelujah. Jesus took the bread. യേശു അപ്പം എടുത്തു. Jesus broke the bread. യേശു മുറിച്ചു. But before giving, Jesus said, കൊടുക്കുന്നതിന് തൊട്ട് മുൻപ് യേശു പറഞ്ഞു, this is my body. ഇതെന്റെ ശരീരമാണെന്ന്. He took the bread. അവൻ അപ്പം എടുത്തു. He broke the bread. അവൻ അപ്പം എടുത്ത് മുറിച്ചു. But before giving, Jesus said, this is my body. കൊടുക്കുന്നതിന് മുമ്പേ അവൻ പറഞ്ഞു ഇതെന്റെ ശരീരമാണെന്ന്. He should say, അവൻ ഒരുപക്ഷെ ഇങ്ങനെ പറയാം, this is the bread. ഇതാണ് അപ്പം. This I broke. ഞാൻ ഇത് മുറിച്ചു. I'm giving you the bread. അത് ഞാൻ ഈ അപ്പം ഞാൻ നിങ്ങൾക്ക് തരികയാണ്. Instead of bread, Jesus says, എന്നാൽ അതിന് പകരം യേശു പറഞ്ഞത്, this is the body. ഇത് ശരീരമാണെന്നാണ്. All of you is the body. എല്ലാവരും പറഞ്ഞ ഇത് ശരീരം. Body of Jesus. യേശുവിന്റെ ശരീരം. When it became the body of Jesus. എപ്പോഴാണ് ഇത് യേശുവിന്റെ ശരീരമാവുന്നത്? It was bread when Jesus was taking. ഇത് അപ്പോൾ യേശു അപ്പം എടുത്തു. It was bread when Jesus was breaking. ഇത് അപ്പം യേശു മുറിച്ചതാണ്. But after that, when he was consecrating it, when he was lifting it up to the Father, സ്വർഗ്ഗത്തിലേക്ക് പിതാവിന്റെ അടുത്തേക്ക് അവൻ ഉയർത്തി തൊട്ട് നിമിഷം, it is united to the heavenly form of Jesus. അവൻ സ്വർഗീയമായ യേശുവിന്റെ രൂപവുമായിട്ട് ഇത് ബന്ധത്തിലാവുകയാണ് ചെയ്തത്. What is his heavenly form? എന്താണ് യേശുവിന്റെ സ്വർഗീയമായ രൂപം എന്ന് He പറയുന്നത്? is the heavenly bread. അവൻ സ്വർഗ്ഗത്തിലെ അപ്പം തന്നെയാണ്. Hallelujah. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. This bread, ഈ അപ്പം എന്ന് പറയുന്നത്, that bread, ആ അപ്പം എന്ന് പറയുന്നത് became one. ഒന്ന് തന്നെയാണ്. Hallelujah. ഹല്ലേലൂയ. When you go through the catechism of the Catholic Church, കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിലൂടെ നിങ്ങൾ പോയാൽ, the interesting part I can underline there in the teaching of the Eucharist. ആ കുർബാനയെ പറ്റിയുള്ള പഠനത്തിന്റെ അവിടെ പ്രത്യേകമായി നമുക്ക് അടിവരയിട്ട് പഠിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. The offering priests offered in the altar and Jesus offered on the cross. It is not two, it is one in a sense. This is the official teaching of the Catholic Church. യേശു കുരിശിൽ അർപ്പിച്ച തന്റെ ബലിയും ഓരോ ദിവസവും പുരോഹിതൻ അൾത്താറിൽ അർപ്പിക്കുന്ന ബലിയും രണ്ടല്ല, ഒന്ന് തന്നെയാണ്. ഒരേ രൂപത്തിലും ഒരേ സാദൃശ്യത്തിലും ഒരേ സത്തയിലുമാണ് അത് എന്നാണ് യേശുവിന്റെ മതബോധന ഗ്രന്ഥത്തിലെ പഠനം എന്നുള്ളത്. സാരാംശത്തിലും സത്തയിലും അവൻ ഒന്ന് തന്നെ, ഒന്നാണ്. ഈശോ കുരിശിൽ അർപ്പിച്ച ബലിയും ഇവിടെ പുരോഹിതൻ അൽത്താരയിൽ അർപ്പിക്കുന്ന ബലിയും രണ്ടല്ല, സത്തയിലും സാരാംശത്തിലും ഒന്നാണ്. Oh my God. Hallelujah. 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 2025 years. 2025 വർഷം without ceasing. ഒരു കുറവുമില്ലാതെ church believed it and practiced it. സഭ വിശ്വസിച്ചു, അത് തുടർന്നു കൊണ്ടുപോകുന്നു. This is the body of Christ. ഇതാണ് യേശുവിന്റെ ശരീരമെന്ന്. Church never say this is the remembrance of the body of സഭ ഒരിക്കലും പറഞ്ഞിട്ടില്ല ഇത് യേശുവിന്റെ ശരീരത്തിന്റെ ഓർമ്മയാണെന്നുള്ളത്. This is the body of Christ. ഇത് ശരീരമാണെന്നാണ് പ്രഖ്യാപിക്കുന്നത്. This is the blood of Christ. ഇത് യേശുവിന്റെ രക്തമാണെന്നാണ് പ്രഖ്യാപിക്കുന്നത്. Are privileged to have it. അത് സ്വീകരിക്കാൻ ഏറ്റവും യോഗ്യരായവരാണ് നമ്മൾ. Today, ഇന്ന്
when you are here, ഇവിടെ നിങ്ങൾ ഇത് കേൾക്കുമ്പോൾ let us enter into this mystery. ഈ രഹസ്യത്തിലേക്ക് നമ്മൾ തന്നെ പ്രവേശിക്കണം. This is a mystery, sacred secret. ഇത് വളരെ വിശുദ്ധമായ രഹസ്യമാണ്. This is a sacred secret. ഇത് വിശുദ്ധമായ രഹസ്യമാണ്. This has been given to you. ഇത് നിങ്ങൾക്ക് നൽകപ്പെട്ടിരിക്കുന്നു. Hebrews chapter, let me conclude by saying this. Hebrews chapter 4 verse 14c says, I am the high priest who passed through the heavens. എബ്രായർക്കെഴുതിയ 4-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യത്തിൽ പറയുന്നു, സ്വർഗ്ഗങ്ങളിലൂടെ കടന്നുപോയ മഹാപുരോഹിതൻ ഞാനാണ്. Jesus is a high priest. യേശുവാണ് മഹാപുരോഹിതൻ. When there is high priest, മഹാപുരോഹിതനുണ്ടോ, it says there are priests. അവിടെ പുരോഹിതനുണ്ട്. When someone claims I am the head nurse, ആരെങ്കിലും ഇപ്പോൾ ഒരാൾ പറയാണ് ഞാനാണ് ഹെഡ് നേഴ്സ് എന്ന് പറഞ്ഞാൽ what is the meaning? അതിന്റെ അർത്ഥം എന്താണ്? There are nurses under him. അതിന്റെ ആ വ്യക്തിക്ക് താഴെ നേഴ്സുമാരുണ്ടെന്നല്ലേ? Without nurses under him, how can head nurse can say I am the head nurse? നേഴ്സുമാർ കീഴിലില്ലാതെ ഒരാൾക്ക് എങ്ങനെ പറയാൻ പറ്റും ഞാനാണ് ഹെഡ് നേഴ്സ് എന്ന്? If Jesus say I am the great high priest, യേശു പറയാണ് ഞാൻ മഹാപുരോഹിതനാണെങ്കിൽ there are priests. എന്നാൽ അവിടെ പുരോഹിതനുണ്ടെന്നാണ് അർത്ഥം. There comes the priesthood of Jesus. അവിടാണ് യേശുവിന്റെ പൗരോഹിത്യം വരുന്നത്. When I was a Protestant, I believed these priests, including Father Shaj Kumar, they are the descendants of Levi. But later I came to know they are not the descendants of Levi, but they are the descendants of Jesus' priesthood. പ്രൊട്ടസ്റ്റന്റിലായിരുന്നപ്പോൾ ഞാൻ വിശ്വസിച്ചിരുന്നത് എല്ലാ പുരോഹിതരും ലേവി പൗരോഹിത ക്രമത്തിലുള്ള പുരോഹിതരാണെന്നാണ്. എന്നാൽ പിന്നീടാണ് എനിക്ക് മനസ്സിലായത് ഇവരെല്ലാവരും തന്നെ ദൈവം അർപ്പിച്ച യേശുവിന്റെ പൗരോഹിത്യത്തിന്റെ കീഴിൽ വരുന്ന യേശുവിന്റെ പുരോഹിതരാണെന്നുള്ളത്. Jesus is the high priest. യേശുവാണ് പുരോഹിതൻ. And we have priests. നമുക്ക് പുരോഹിതരുമുണ്ട്. And Jesus passed through the heavens. യേശു സ്വർഗ്ഗത്തിലൂടെ കടന്നുപോയി. And obtained an eternal salvation. നിത്യമായ രക്ഷ നമുക്ക് നേടിത്തന്നു. He finished the work for us. നമുക്ക് വേണ്ടി അവൻ പൂർത്തീകരിച്ചു തന്റെ ജോലി. തെറ്റലസ്റ്റായി എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട്. Hallelujah. Hallelujah. Now he is resting in the bosom of the Father. ഇന്ന് അവൻ സ്വർഗീയ പിതാവിന്റെ മടിയിൽ വിശ്രമത്തിലാണ്. Now the time has come. ഇപ്പോൾ സമയം വന്നിരിക്കുന്നു. You can unite yourself നിങ്ങൾക്ക് നിങ്ങളെ തന്നെ ഒരുക്കിക്കൊണ്ട് with the very body of Christ. ക്രിസ്തുവിന്റെ ശരീരവുമായി ഒന്നുചേരാൻ സാധിക്കും. This is the place where he being offered himself. അവിടെയാണ് അവൻ അവനെ തന്നെ സമർപ്പിച്ച സ്ഥലം എന്ന് പറയുന്നത്. Lift your both hands. രണ്ട് കരങ്ങളെയും അവനിലേക്ക് ഉയർത്താം. Melchizedek what? എന്തുകൊണ്ടാണ് മൽക്കിസദേക്ക് കൊണ്ടുവന്നത്? What Melchizedek bought? മൽക്കിസദേക്ക് എന്ത് കൊണ്ടുവന്നോ? What Jesus took? എന്താണോ യേശു എടുത്തുയർത്തിയത്? You have it in the form of Eucharist. ഇന്ന് കുർബാനയുടെ സാന്നിധ്യത്തിൽ നിങ്ങൾക്കുണ്ട്. You will be have it in the heavens when you go there. നിങ്ങൾ സ്വർഗ്ഗത്തിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് അവിടെ അതിനെ സ്വീകരിക്കാൻ സാധിക്കും. Jesus said, യേശു പറഞ്ഞു, I will have the experience of wine in heavens. സ്വർഗീയ ദൈവരാജ്യത്തിൽ ഞാൻ മുന്തിരിയുടെ അനുഭവം നവമായി അനുഭവിക്കേണ്ടിയിരിക്കുന്നു. Now you speak to the Lord. ഇന്ന് നിങ്ങൾ കർത്താവിനോട് സംസാരിക്കാം. Oh bread of life. ഓ ജീവനുള്ള അപ്പമേ. All of you. എല്ലാവരും പറഞ്ഞേ. Oh bread of life. ഓ ജീവനുള്ള അപ്പമേ. Lead me from darkness. എന്നെ ഇരുട്ടിൽ നിന്ന് വിടുവിക്കണമേ. Lead me from darkness to the എന്നെ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കണമേ. You are the royal priesthood. അങ്ങാണല്ലോ മഹാപുരോഹിതൻ, രാജകീയ പൗരോഹിതൻ. You are the royal priesthood. അങ്ങാണല്ലോ രാജകീയ പുരോഹിതൻ. You are the royal priest. അങ്ങാണല്ലോ രാജകീയ You പുരോഹിതൻ. are the king and the priest. അങ്ങ് രാജാവും പുരോഹിതനുമാണല്ലോ. Lead us into your kingship. അങ്ങയുടെ രാജകീയത്തിലേക്ക് ഞങ്ങളെ നയിക്കണമേ. Lead us into your priesthood. അങ്ങയുടെ പൗരോഹിത്യത്തിലേക്ക് ഞങ്ങളെ നയിക്കണമേ. Lord, I'm praying for everyone those who are joining offline and online. ഓൺലൈനിലും ഓഫ്ലൈനിലൂടെ ആയിരിക്കുന്ന എല്ലാ മക്കൾക്ക് വേണ്ടി ഞങ്ങൾ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു. Lord, I know millions of people around the world is waiting for the Sunday watch. ഈ ഞായറാഴ്ച മാത്രത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ഒത്തിരിയേറെ ആളുകൾ ഞങ്ങൾക്ക് വേണ്ടിയുണ്ട് കർത്താവേ. Touch them now, Lord. എല്ലാവരെയും അങ്ങ് സ്പർശിക്കണമേ. Touch them now, Lord. സ്പർശിക്കണമേ കർത്താവേ. Through the power of the heavenly bread. സ്വർഗീയമായ അപ്പത്തിന്റെ ശക്തിയാൽ. Through the power of the bread that Jesus took. യേശു എടുത്തുയർത്തിയ അപ്പത്തിന്റെ ശക്തിയാൽ. Through the power of the bread that Melchizedek bought. മെൽക്കിസദേക്ക് കൊണ്ടുവന്ന അപ്പത്തിന്റെ ശക്തിയാൽ. Oh, the heavenly bread. സ്വർഗീയ അപ്പമേ. Feed us. ഞങ്ങളെ നിറയ്ക്കണമേ. Fill us. ഞങ്ങളെ നിറയണമേ. We are in hungry. ഞങ്ങൾ ദാഹിക്കുന്നു. We are thirsty. ഞങ്ങൾ വിശക്കുന്നു. We are hungry. ഞങ്ങൾക്ക് വിശക്കുന്നു. Feed our hunger, O Lord Jesus. ഞങ്ങളുടെ വിശപ്പിനെ നീ നയിക്കണമേ. Oh, fill us, Lord. Jesus. എല്ലാവരും പ്രാർത്ഥിക്കാൻ ആരംഭിച്ചാട്ടെ. എല്ലാവരും പ്രാർത്ഥിക്കാൻ ആരംഭിച്ചാട്ടെ. സ്വർഗം ഇപ്പോൾ സ്വർഗീയ അപ്പത്തെ നിങ്ങളിലേക്ക് നിറയ്ക്കുന്ന നിമിഷമാണ്. യേശു പറഞ്ഞ വചനത്തിന്റെ ശക്തി, അപ്പമായി മാറിയവന്റെ ശക്തി നിങ്ങളിലേക്ക് പ്രവഹിക്കുന്ന നിമിഷം. Heavenly bread. സ്വർഗീയമായ അപ്പം, the bread of heaven. സ്വർഗത്തിന്റെ അപ്പം.
Jesus. You will never die. You will walk in life. നിങ്ങൾ ജീവനിലൂടെ നടക്കും. I came to give you life. ഞാൻ ജീവൻ നിങ്ങൾക്ക് തരാനാണ് വന്നിരിക്കുന്നത്. Life in abundance. ജീവന്റെ സമൃദ്ധി. This comes through the bread. അപ്പത്തിലൂടെയാണ് അത് വരുന്നത്. Anyone who eat of me എന്നിൽ നിന്ന് ഭക്ഷിക്കുന്ന ഏതൊരുവനും will never die. ഒരിക്കലും മരിക്കുകയില്ല. From him അവനിൽ നിന്ന് the life will flow. ജീവന്റെ നദി ഒഴുകും. ഈ അപ്പത്തിന്റെ സ്വഭാവം എന്ന് പറയുന്നത് നിത്യമാണിത്. So it has got the power of eternity. നിത്യമായ ശക്തി ഇതിനുള്ളതാണ്. That's why it is releasing you from death to life. അതുകൊണ്ടാണ് മരണത്തിൽ നിന്ന് ജീവനിലേക്ക് നിത്യമായി ഇത് നിങ്ങളെ നയിക്കുന്നത്. All those who are waiting for court decisions, court കോടതി കേസുകൾക്ക് വേണ്ടി വിധിക്ക് വേണ്ടി കാത്തിരിക്കുന്ന verdicts. വിധിക്ക് വേണ്ടി കാത്തിരിക്കുന്നവർ. All those who are waiting for court decision and verdicts. കോടതി കേസുകൾക്ക് വേണ്ടി വിധിക്ക് വേണ്ടി കാത്തിരിക്കുന്ന എത്ര പേരുണ്ടോ അവരെല്ലാവരും. I'm making this prophecy over your life. നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഈ പ്രവചനത്തെ ഞാൻ അയക്കുകയാണ്. Today this word of God ഈ ദൈവത്തിന്റെ വചനം is coming alive in your life. ജീവനോടെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് പ്രവേശിക്കുകയാണ്. You can expect a court verdict on your favor. നിങ്ങൾക്ക് വേണ്ടി വരുന്ന ഒരു വിധിയെ നിങ്ങൾക്ക് സ്വീകരിക്കാൻ സാധിക്കും. Court, I'm saying that's what I'm saying. Jesus name. Including us. Jesus name. Jesus. In Jesus name. The life. I don't know how many of you are waiting for a verdict from the court. എനിക്കറിയില്ല നിങ്ങൾ എത്ര പേര് കോടതിയിൽ നിന്ന് നിങ്ങൾക്ക് വേണ്ടി ഒരു വിധി വരാൻ കാത്തിരിക്കുന്നു എന്നുള്ളത്. It has been released today. എന്നാൽ അത് ഇന്ന് തന്നെ നിങ്ങൾക്ക് വേണ്ടി വിധിക്കപ്പെട്ടിരിക്കുന്നു. I don't know what's your name, sister, but I'm telling angel of the Lord is serving you now the red shawl. Can you come forward? I don't know what's your name. Am I seeing you for the first time? നിങ്ങൾ ആദ്യമായിട്ടാണോ ഞങ്ങൾ ഇവിടെ വരുന്നത് കാണുന്നത്? Am I seeing you for the first time? ആദ്യമായിട്ടാണോ കാണുന്നത്? തമിഴാ? முதல்ல இங்க வந்துட்டேன். இங்க ஃபர்ஸ்ட் டைம்ல இங்க வந்துட்டேன். தமிழ் தானே? Oh my Lord Jesus. Let us all of you pray for this sister. I don't know who she is. നിങ്ങൾ എല്ലാവരും ഈ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. You know what message I am getting? This word of the Lord is coming alive in her life now. അവരുടെ ജീവിതത്തിലേക്ക് ദൈവത്തിന്റെ വചനം ജീവനോടെ പ്രവേശിക്കുകയാണ്. Jesus is touching you now. യേശു ഇപ്പോൾ സ്പർശിക്കുന്നു. Power of the Holy Spirit പരിശുദ്ധാത്മാവിന്റെ ശക്തി is moving for you now. നിങ്ങളുടെ ജീവിതത്തിലേക്ക് പ്രവേശിച്ചുകൊണ്ടിരിക്കുന്നു. Whether you are expecting a court verdict or something like that. anything நீங்க வந்து ஏதாவது court wait எவ்வளவு வருஷமா வெயிட் பண்றேன்? 6 years I wait பண்றேன். They are waiting for this verdict for 6 years. 6 വർഷമായിട്ട് ഒരു വിധി കിട്ടാൻ വേണ്ടി അവർ കാത്തിരിക്കുകയാണ്. See the way Holy Spirit is dealing people. പരിശുദ്ധാത്മാവ് എങ്ങനെയാണ് ജനങ്ങളോട് മക്കളോട് പ്രവർത്തിക്കുന്നത്? Power of the Holy Spirit. പരിശുദ്ധാത്മാവിന്റെ ശക്തി. I'm telling you my sister. ഞാൻ നിങ്ങളോട് വ്യക്തമായി പറയട്ടെ. This verdict will be announced very soon in your favor. നിങ്ങൾക്ക് വേണ്ടി ഈ വിധി ഉടനെ തന്നെ പുറപ്പെടുന്നതായിരിക്കും. Holy Spirit. പരിശുദ്ധാത്മാവ്. Oh, not only this family. ഈ കുടുംബം മാത്രമല്ല. Go and get the priestly blessing. Kneel down and get the priestly blessing. Yes, my dear brother and sister. In Catholic teaching, the bread of life, referring to Jesus Christ, is of profound significance, particularly in the context of the Eucharist.